നമസ്കാരം. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുകയും അനായാസം ചലിപ്പിക്കാൻ പര്യാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സന്ധികളിൽ ഒന്നാണ് മുട്ട് എന്നുള്ളത്. മുട്ടുവേദന കാരണം മുട്ട് തേയ്മാനം പല കാരണങ്ങൾ കൊണ്ട് തന്നെ മുട്ടിനുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും വളരെ അസഹ്യമായിട്ടുള്ള ഒന്നാണ്. അത് സ്ത്രീകളെ പ്രത്യേകിച്ചും ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന ഇല്ലാതാക്കാൻ, മുട്ടുവേദന എന്ന് മാത്രമല്ല, നമുക്ക് കഴുത്തിനുണ്ടാകുന്ന വേദന, ഉപ്പൂറ്റി വേദന, നട്ടെല്ലിന് തണ്ടൽ ഭാഗത്തുണ്ടാകുന്ന വേദന, ഇതുപോലുള്ള വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 റെമഡികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ ഒന്നാമത്തേത് ഉപ്പ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. ഉപ്പ് നമുക്കറിയാം നല്ലൊരു വേദന സംഹാരിയാണ്, അതുപോലെ നമ്മുടെ നീർക്കെട്ടിനെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് കൂടിയാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു പിടി ഉപ്പ് ഇട്ടിട്ട് അലിഞ്ഞതിന് ശേഷം ഇളം ചൂടോട് കൂടിയിട്ട് ദേഹം കഴുകാൻ എടുക്കുന്നത് ദേഹത്തുണ്ടാവുന്ന വേദനയും നീർക്കെട്ടൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി ഇതേ ഉപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ, കല്ലുപ്പിനാണ് പറയുന്നത്, പൊടിയുപ്പ് ഉപയോഗിക്കരുത്. കല്ലുപ്പ് ഒരു പിടി, 1-2 പിടി കല്ലുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇതും ആപ്പിൾ സിഡാർ വിനീഗറുമാണ് ഇന്ന് ഉപയോഗിക്കേണ്ടത്. ഈ ആപ്പിൾ സിഡാർ വിനീഗർ കല്ലുപ്പിൽ അല്പം ഒഴിച്ചു വെക്കുക. അതിനുശേഷം ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിന് മുകളിൽ ഈ നനഞ്ഞിരിക്കുന്ന ഈ ഒരു ഉപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട്, നിങ്ങൾക്ക് വേദനയുള്ള കാൽമുട്ടിലാണ് വേദന എന്നുണ്ടെങ്കിൽ ആ കോട്ടൺ പാഡോട് കൂടി തന്നെ നന്നായിട്ട് ഒരു കോട്ടൺ തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കെട്ടി വയ്ക്കുക. അല്പസമയം അതുപോലെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കാലൊന്ന് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ വേദനാ സംഹാരികളായിട്ടുള്ള രീതിയിലുള്ള കുഴമ്പ് തൈലങ്ങളെക്കുറിച്ച് മുൻപ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കിയാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാവും. അതുപോലുള്ള ഓയിലുകളും നമുക്ക് ഉപയോഗിക്കാം. കാരണം അത്തരം ഭാഗത്തെ വാതദോഷത്തെ കുറയ്ക്കുവാൻ ഇതുപോലുള്ള തൈലങ്ങൾക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അപ്പം ഈ രീതിയിൽ ചെയ്യുന്നത് ഇതൊരു വളരെ ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഒരു 2-3 തവണ ചെയ്യുമ്പോൾ തന്നെ വളരെ വ്യത്യാസം കാണാറുണ്ട്. എങ്കിലും ഒരു 7-14 തുടങ്ങിയിട്ടുള്ള ദിവസം അതുപോലെ ചെയ്യുന്നതാണ് ഏറെ നല്ലത്. അപ്പോൾ നമുക്ക് അസഹ്യമായിട്ടുണ്ടാകുന്ന വേദന, മരുന്ന് കുടിച്ചിട്ട് പോലും മാറാത്ത വേദന ഈ ഒരു പ്രശ്നത്തിൽ മാറി കിട്ടാറുണ്ട്. ഈ ഒരു ടിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ടിപ്പുകളായിരിക്കും ഇത്. അതുപോലെ തന്നെ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് മറ്റൊരെണ്ണമാണ് മുരിങ്ങയുടെ ഇല. അതിൻ്റെ ഇല മാത്രമായിട്ട്, ആ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഇല മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുക. അതിനുശേഷം കല്ലുപ്പും മുരിങ്ങയിലയും കൂടെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ആ കല്ലുപ്പിലുള്ള ആ ഒരു നനവ് തന്നെ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഒന്ന് പുരട്ടിയിടുക. അങ്ങനെ ചെയ്യുന്നത് ഒരു 7 ദിവസം നിങ്ങൾക്കത് തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഈ വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ ഏറെ നല്ലതാണ്. നീർക്കെട്ടിനെ അകറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒട്ടനേകം ടിപ്പുകളെ കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ടു നോക്കുക. ഇതിൽ റിപ്പീറ്റായിട്ട് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിലേറെ ഇഫക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ആമവാത, രക്തവാത, സന്ധിഗതവാത തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഒരുപാടേറെ വാതരോഗങ്ങളുണ്ട്. ഇതിൽ നമ്മൾ സന്ധിഗതവാതത്തിന് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിൽ നമുക്ക് അസ്ഥി ക്ഷയിച്ചു പോകുന്ന സമയം, വാദം കൂടുമ്പോൾ അസ്ഥിയുടെ ക്ഷയം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്താണ് നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് കുറയുകയും ആ ഭാഗത്ത് തേയ്മാനം വരികയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മുതിരയും കല്ലുപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. മുതിരയും കല്ലുപ്പും ഓരോ പിടി വീതം എടുക്കുക. എന്നിട്ടൊരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ മുതിരയുടെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഒരു കിഴി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് കിഴി കെട്ടിയതിന് ശേഷം ഇത് കയ്യിലോ മറ്റെവിടെയെങ്കിലും പ്രതലത്തിൽ ഇതിൻ്റെ ചൂടൊന്ന് പാകമാണോ എന്ന് നോക്കുക. അതല്ലാതെ ആ സ്പോട്ടിൽ നമ്മൾ ദേഹത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു മൈൽഡ് പ്രഷറിൽ കുത്തി കൊടുക്കുക ആ ഭാഗങ്ങളിൽ. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വളരെ നേരിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ കരിഞ്ഞ് ആ ഒരു കോട്ടൺ ക്ലോത്ത് തന്നെ കരിഞ്ഞു പോയി ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി, ചൂട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ആ ഭാഗത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു 5-10 മിനിറ്റൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട്
ഒരു 3 മുതൽ 7 ദിവസം വരെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേദന, നീർക്കെട്ട് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന, നട്ടെല്ലിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനയോ, ചിലർക്ക് കൈ പൊക്കാൻ പറ്റാത്ത, കഴുത്തനക്കാൻ പറ്റാത്തയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന നീർക്കെട്ടിനും ഒക്കെ ഏറെ നല്ലതാണ്. ഇനി തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കുന്നതും നല്ലതാണ്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്ന് ചൂട് കൊള്ളിക്കുന്നത്. മൂന്നാമത്തേത് അർക്കപത്ര സ്വേദയാണ്. പേര് കേട്ട് പേടിക്കേണ്ട. അർക്കം എന്നുള്ളത് എരിക്കാണ്. നമ്മുടെ ഒക്കെ തന്നെ പറമ്പിലും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇത് കാണാറുണ്ട്. പല വിധത്തിലുള്ള ഉണ്ട്. ഒരു വയലറ്റ് കളറുള്ള പൂവോട് കൂടിയിട്ട് കാണുന്ന ഇത്തരം എരിക്കിൻ്റെ പൂവും വേരും ഇലയും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിഷാംശമുള്ളതാണ്. ഇതിൻ്റെ ഒരു വെള്ളക്കറയുണ്ട്. അത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിഷാംശമുണ്ട്. ഉള്ളിലേക്ക് ഒക്കെ ചിലപ്പം അറിയാതെ പോയി കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ള അവയവങ്ങളുടെയൊക്കെ തന്നെ നീർക്കെട്ടിനൊക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു മറുമരുന്നായിട്ട് പെട്ടെന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് പശുവിൻ പാല് കുടിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ പുളിയില തിളപ്പിച്ചിട്ട് പുളിയിലയുടെ ചാറ് കുടിക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതിൽ ഈ ഒരു അർക്കപത്ര അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇല ഒരു 8-10 എണ്ണം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താം. അത് തന്നെ ഉപയോഗിച്ചിട്ട് ഒരു 5-6 ടിപ്പുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് വേദന പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഉണ്ട്, മറക്കരുത് കാണാൻ. അപ്പോൾ ഇത് അതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 8-10 ഇല ഒന്നിച്ച് ചുരുട്ടി പിടിച്ചെടുക്കുക. ഒന്നിങ്ങനെ റൗണ്ടാക്കിയിട്ട് ചുരുട്ടി പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ആ അറ്റം ഭാഗം ഒരേ ലെവലിലാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ അല്പം ഒരു കുറഞ്ഞൊരു 1-2 സ്പൂൺ മതി. മുറിവെണ്ണയായിരിക്കും ഒന്നുകൂടെ നല്ലത്. ആ ഒരു എണ്ണ വളരെ നേരിയതിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ ഇലയുടെ, അത് തന്നെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഒരു ഭാഗത്ത് തന്നെ വെച്ച് ആ ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ഇനി അവിടെ ഒന്ന് ഇങ്ങനെ വെന്ത് വരുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു കുഴഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഇല, അതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ചെറുതായിട്ട് റൗണ്ടിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അത് ഏത് ഭാഗത്തായാലും ചില സമയങ്ങളിൽ നമുക്ക് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇതുപോലുള്ള വേദനയും ബുദ്ധിമുട്ടും നീർക്കെട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദനയുള്ള ഭാഗത്ത് ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇനി വീണ്ടും അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ട് വീണ്ടും ആ ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുക. മുറിവെണ്ണയിലെ കർപ്പൂരാദിയോ ധന്വന്തരോ നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലെ വേദന സംഹാരിയായിട്ടുള്ള ഓയിലുകൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ 3 പിടി മുരിങ്ങയില, 1 പിടി കല്ലുപ്പ്, 4 ചെറുനാരങ്ങ 4 പീസാക്കി കട്ട് ചെയ്തത്, അതുപോലെ എരിക്കിൻ്റെ ഇല ഒരു 5 എണ്ണം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചതച്ചെടുത്താൽ മതി. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചതച്ചെടുത്തിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊരു ഓയിൽ, കർപ്പൂരാതി തൈലോ അല്ലെങ്കിൽ മുറിവെണ്ണയോ നമുക്ക് അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരണം എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം കിഴിയാക്കിയിട്ട് കെട്ടി, അല്പം കട്ടിയുള്ള രീതിയിൽ കിഴിയാക്കി കെട്ടി, ഒരു തോർത്തൊക്കെ ആണെങ്കിൽ പകുതി വെച്ചിട്ട് മടക്കി ആ ഒരു കട്ടിയിൽ നമുക്ക് കിഴിയാക്കി എടുത്തിട്ട് ഇത്തരം വേദനയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇളം ചൂടുകൊണ്ട് ഒന്ന് കഴുകുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇതുപോലെ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ഇത്ര മാറാത്ത വേദനയും നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്രയും ടിപ്പുകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം പുറമെയൊക്കെ പോയി പഞ്ചകർമ്മ സെൻറ്ററിലൊക്കെ തന്നെ അത് വളരെയധികം പ്രൊസീജിയർ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊന്നും സാധ്യമല്ലാത്ത പലരും ഉണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമൊക്കെ തന്നെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് ഗുണത്തിനൊട്ടും തന്നെ കുറവില്ലതാനും. ഇതൊക്കെ നമ്മുടെ ചുറ്റും കിട്ടുന്ന കാര്യങ്ങളാണ്. ഒന്ന് ചെയ്തു നോക്കുക. ഒരുപാട് കാലമായിട്ട് വേദന മാറാതെ ഇതുപോലെ ബുദ്ധിമുട്ടി ഉറങ്ങാൻ പോലും സാധിക്കാതെയോ എണീറ്റ് നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റാതെ ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സഹായമാവും ഇത്തരം കാര്യങ്ങൾ. അവ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.